നോക്കൂ, അന്ന് ഇന്ത്യയെക്കാളും സാമ്പത്തിക സ്ഥിതി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഒരു പരാദജീവി, ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരു കുളയട്ടയെ പോലെ ഈ ഭാരതദേശത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റി കുടിച്ചുകൊണ്ട് വീർത്ത് പാകിസ്ഥാൻ എന്ന രാജ്യം സമ്പന്നതയിലേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള കരുതൽ സ്വർണ്ണ ധനശേഖരം വരെ വേൾഡ് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുന്ന അതിദരിദ്രാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമസ്കാരം, ശുഭദിനം. നോക്കൂ, ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ പണത്തിനോട് അമിതമായി ആർത്തി കാണിക്കുന്ന ആളുകളോട് പറയാറുണ്ട്, ചിലപ്പോൾ ഉപദേശ രൂപേണ നിസ്സംഗമായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, പണത്തിന് കടലാസിന്റെ വില പോലും ഇല്ലാത്ത കാലം ഉണ്ടാവും കേട്ടോ എന്ന്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കാലം നാം ഓരോരുത്തരും അനുഭവിച്ചു. 9 വർഷമാകുന്നു ആ കാലഘട്ടം നമ്മെ കടന്നു പോയിട്ട്. നോട്ട് നിരോധനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നോക്കൂ, പ്രധാനമന്ത്രി ഒരു ദിവസം മേരെ പ്യാരി ദേശവാസിയും എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, ഇന്ത്യയിൽ നിലവിലുള്ള നോട്ടുകൾക്ക് കടലാസിന്റെ വിലയാണെന്ന്. ആജ് മധ്യരാത്രി यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे, यानी ये मुद्राएं कानूनन अमान्य होगी। 500 और 1000 रुपये के पुरानी नोटों के जरिए लेन देन की व्यवस्था आज मध्यरात्रि से उपलब्ध नहीं होगी। भ्रष्टाचार, काले धन और जाली नोट के कारोबार में लिप्त देश विरोधी और समाज विरोधी तत्वों के पास मौजूद 500 रुपये, 1000 रुपये के पुराने नोट अब केवल कागज के एक टुकड़े के समान रह जाएंगे। ऐसे നോക്കൂ, ഇന്ത്യയിൽ 1000 നോട്ടുകൾ ആളുകളുടെ കൈമറിഞ്ഞു പോകുമ്പോൾ 1000 നോട്ടുകൾ ഉള്ളതിൽ 4 നോട്ടുകൾ കള്ളനോട്ടാണ് എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് കണ്ടുപിടിച്ചത്. 2010 ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അന്ന് UPA ഗവൺമെന്റ് ആയിരുന്നു. നോക്കൂ, 1000 നോട്ടുകൾ ഇവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ 4 നോട്ടുകൾ കള്ളനോട്ടായിരുന്നു. 3200 കോടിയോളം രൂപ 3200ഓളം കോടി രൂപ ഇത്തരത്തിൽ കള്ളനോട്ടായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ കള്ളനോട്ട് ഇത്രമാത്രം ഇന്ത്യയിലെ ഈ വിപണിയിൽ, ഇന്ത്യൻ വിനിമയ രംഗത്ത് വ്യാപകമായത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് അത്തരമൊരു കടുത്ത തീരുമാനമെടുക്കാൻ തയ്യാറായത്? നേപ്പാൾ അതിർത്തിയിൽ പ്രവർത്തിച്ചിരുന്ന ചില ബാങ്കുകളിൽ വൻതോതിൽ കള്ളനോട്ടിന്റെ സാന്നിധ്യം കണ്ടതോടുകൂടിയാണ് ഗവൺമെന്റ് ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിടുകയുണ്ടായി. ഇതിൽ കണ്ടെത്തിയത് വലിയ തോതിൽ കള്ളനോട്ടുകൾ. നോക്കൂ, ചെറിയ നമ്മുടെ ഇവിടെയൊക്കെ പല ആളുകളും കള്ളനോട്ടടി കേസുകൾ നമുക്കറിയാം. ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലും അല്ലെങ്കിൽ ഈ പ്രിന്റിംഗ് നോട്ടുകളൊക്കെ, കള്ളനോട്ടുകളൊക്കെ അച്ചടിക്കുന്നത്, അതൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിയാതെ 99% സാധ്യതകളുള്ള ഈ കള്ളനോട്ടുകൾ ഇത് റിസർവ് ബാങ്ക് വഴി തന്നെയായിരുന്നു ഈ ബാങ്കുകളിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും, അതായത് ഒരു നോട്ട് കള്ളനോട്ടാണോ എന്നറിയാൻ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ റിസർവ് ബാങ്കിൽ തന്നെ കള്ളനോട്ടാണെന്ന് തിരിച്ചറിയപ്പെടാതെ ഇത്തരം നോട്ടുകൾ എത്തപ്പെട്ടിരുന്നു എന്നുള്ളത് ഭയാനകമല്ലേ? നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ മറ്റാരൊക്കെയോ ചേർന്ന് നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്ര 90% നമ്മുടെ നോട്ടുകളോട്, ലീഗൽ നോട്ടിനോട് സാമ്യതകളുള്ള ഇത്തരം കള്ളനോട്ടുകൾ ഇവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു? അത് അന്വേഷിക്കുമ്പോഴാണ് നോക്കൂ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തനം ഇതിന് പുറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. വിഭജനത്തിന് ശേഷം നമ്മുടെ
ഭാഗമായിരുന്ന ആ രാജ്യം സഹോദര രാജ്യം എന്ന് തന്നെ പറയണം. ഇന്ത്യയുടെ ഏറ്റവും ആത്മബന്ധം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നമ്മുടെ ശത്രുതാപരമായിട്ടാണ് അവർ എല്ലാ കാലത്തും ഇന്ത്യയെ തകർക്കുക എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ നോട്ടുകൾ ഇവിടെ ഇന്ത്യയുടെ വ്യാജ നോട്ടുകൾ നിർമ്മിച്ച് ഇന്ത്യയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. അതിന് പല ആളുകൾ ഭരണകൂടം വരെ അതിന് സഹായകരമായി നിന്ന് വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥതകൾ, പലപ്പോഴും കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ പോലും അതിന് അനുകൂലമായുള്ള തീരുമാനങ്ങൾ എടുത്തു. എങ്ങനെയാണ് ഈ നോട്ടുകൾ ഇവിടെ പ്രചരിച്ചത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ഞെട്ടലിന് ആക്കം വർദ്ധിക്കുക. നോക്കൂ, നമ്മുടെ ഏജൻസികൾ ഇതിൽ വലിയ അന്വേഷണം നടത്തി. അങ്ങനെയാണ് അവർ എത്തിപ്പെട്ടത് ഒരു ബ്രിട്ടീഷ് കമ്പനിയിലാണ്. ഇതിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണെന്ന്. ഡാലാറു എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. നമ്മൾ ഇവിടെ നിന്ന് പേപ്പറുകൾ, ഇത് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പറുകൾ വാങ്ങിച്ചിരുന്നത് ഈ കമ്പനിയിൽ നിന്നാണ്. 2004 ചിദംബരം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ധനകാര്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ്റെ സംശയാസ്പദമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. 2004 ചിദംബരം ധനകാര്യമന്ത്രിയായിരിക്കെയാണ് സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പ് ഓഫ് ഇന്ത്യ SPMCIL എന്ന കമ്പനിയിൽ നിന്നും സെക്യൂരിറ്റി പ്രിന്റിംഗ് പേപ്പർ SPP വാങ്ങാൻ തീരുമാനിക്കുന്നു. ഇതേ ബ്രിട്ടീഷ് കമ്പനിയായ ഡീലാറു പാകിസ്ഥാനും ഇവർ തന്നെയാണ് ഈ ഇതേ പേപ്പർ സെക്യൂരിറ്റി പേപ്പർ നൽകിയിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരേ പേപ്പർ. അപ്പോൾ സെക്യൂരിറ്റി മെഷർമെന്റ് ഇല്ലെങ്കിൽ സെക്യൂരിറ്റി, അതായത് ഇതിൻ്റെ സുരക്ഷയെ കരുതി നമ്മൾ ഇതിൽ സൃഷ്ടിക്കുന്ന സെക്യൂരിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ നോട്ട് ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തു വെക്കും. അത് കൃത്യമായിട്ട് അനുകരിക്കാൻ അവർക്ക് ഈ പേപ്പർ ഒരേ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നതിലൂടെ കഴിഞ്ഞു. അതിനുശേഷം പ്രണബ് കുമാർ മുഖർജി ധനകാര്യമന്ത്രിയായി വന്നതിന് ശേഷം ഇത് ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി മാറ്റി നിർത്തിയിരുന്നു. വീണ്ടും ചിദംബരം വന്നപ്പോൾ ഈ കമ്പനിക്ക് തന്നെ കരാർ നൽകി എന്നുള്ളതാണ്. ഇത് നിഗൂഢമായിട്ട് ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് ഭരണകൂടത്തിനും ഈ കള്ളനോട്ട് വ്യാപകമാക്കുന്നതിൽ പങ്കുണ്ട് എന്നുള്ള സംശയത്തിലേക്ക് അത് വെളിച്ചം വീശിയത്. നോക്കൂ, കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഒരു കണ്ടെയ്നർ നോട്ടുകൾ വന്നടിഞ്ഞു എന്നുള്ള ഒരു വിവാദമായ വാർത്ത പ്രചരിച്ചിരുന്നു. കൊച്ചിയുടെയോ അറബിക്കടലിൻ്റെ തീരത്ത് വലിയ കണ്ടെയ്നർ നോട്ട് അത് കേരളത്തിൽ ഇറങ്ങിയിരുന്നു എന്നുള്ളതും ഒരു കാലഘട്ടത്തിൽ നോക്കൂ, ഒരു പ്രത്യേക ആളുകൾ നമ്മൾ രാവിലെ വീട് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വീട് വിൽക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നു വരികയും ചില തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ വലിയ തോതിൽ ഭൂമി വാങ്ങി കൂട്ടുകയും ചെയ്തു. എവിടെ നിന്നാണ് ഇവർക്ക് ഈ പണം ലഭിച്ചത് എന്നറിയുമ്പോഴാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്നിരുന്ന ഈ കള്ളനോട്ടിൻ്റെ ഉപയോഗവും അതിൻ്റെ വിതരണവും എപ്രകാരമാണ് നടന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാകാനാവുക. ആ പരിതസ്ഥിതിയിൽ ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ നോക്കൂ, അന്ന് ഇന്ത്യയെക്കാളും സാമ്പത്തിക സ്ഥിതി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഒരു പരാദജീവി, ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരു കുളയട്ടയെ പോലെ ഈ ഭാരതദേശത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തമൂറ്റി കുടിച്ചുകൊണ്ട് വീർത്ത് പാകിസ്ഥാൻ എന്ന രാജ്യം സമ്പന്നതയിലേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള കരുതൽ സ്വർണ്ണ ധനശേഖരം വരെ വേൾഡ് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുന്ന അതിദരിദ്രാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്തരമൊരു അവസ്ഥയിലാണ് ഇത് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം ധനകാര്യ വിദഗ്ധരുമായി കൂടിയാലോചിച്ചു. നോക്കൂ, ഒരു ഗവൺമെന്റും തയ്യാറാവില്ല. കോൺഗ്രസ് ഗവൺമെന്റിന് ഇത് അറിയാമായിരുന്നു. പക്ഷേ ഇതിന് ധീരമായിട്ട് നിലപാടെടുക്കാൻ, എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. ധീരമായ നിലപാട് 2016 അർദ്ധരാത്രി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഈ നോട്ടിന്, ഇന്ത്യയിൽ നിലവിൽ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന നോട്ടിന് ഈ ലീഗൽ ടെൻഡർ ഇല്ല, അതായത് നിയമപരമായ സാധ്യതയില്ല, അത് വെറും കടലാസ് കഷ്ണങ്ങളാണെന്ന ധീരമായ നിലപാടുകൾ. നോക്കൂ, അതിന് കുറേ ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ചൊല്ലുണ്ട്, വി കാൻ മേക്ക് ഓംലെറ്റ് വിത്തൗട്ട് ബ്രോക്കിംഗ് എഗ് എന്ന്. മുട്ട പൊട്ടിക്കാതെ ഓംലെറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. കുറച്ച് കഷ്ടപ്പാടുകൾ രാജ്യം സഹിച്ചെങ്കിലും ഇന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയുന്നവർക്കറിയാം, 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്ന ആ സമയത്തറിയാം നമ്മൾ നടന്ന വഴികൾ കനൽ വിരിച്ചതായിരുന്നു. ആ കനൽ വിരിച്ച വഴികളിലൂടെ നടന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ
നോട്ട് നിരോധനം കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നവർ അതിൻ്റെ കോട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് അന്തസ്സോടെ ശിരസുയർത്തി നിൽക്കുന്നത് ഇത്തരമൊരു ധീരമായ തീരുമാനത്തിലൂടെയാണ്. കള്ളന്മാരെയും കരിഞ്ചന്തക്കാരെയും കള്ളപ്പണക്കാരെയും രാജ്യദ്രോഹികളുടെയും അവരുടെ സാമ്പത്തിക സ്രോതസ്സാണ് ഇല്ലാതാക്കിയത്. ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പിടി ആട്ടയ്ക്ക് വേണ്ടി അലയുന്നുണ്ടെങ്കിൽ, ഒരു ദരിദ്ര രാഷ്ട്രമായി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായി അലയുന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക ധനകാര്യ സ്രോതസ് ഇന്ത്യൻ കള്ളനോട്ടടിയായിരുന്നു. അത് ഇല്ലാതാക്കിയത് തന്നെയാണ്. അതാണ് പ്രധാനമായിട്ടും ഈ നോട്ട് നിരോധന ഡിമോണിറ്റൈസേഷൻ്റെ ഗുണം. കുറ്റങ്ങൾ പറയുന്നവരുണ്ടാകും, പക്ഷേ ഇതുപോലൊരു ധീരമായിട്ടുള്ള തീരുമാനം വരും ഭാവി കാലത്ത് അതിനെ നോക്കിക്കാണുന്ന ആളുകൾ കൃത്യമായിട്ട് നിഷ്പക്ഷതയോടുകൂടി ഈ രാഷ്ട്രീയം മാറി കാലങ്ങൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയും ഭാരതത്തെ രക്ഷിച്ച ഒരേ ഒരു തീരുമാനമായിരുന്നു ഡിമോണിറ്റൈസേഷൻ എന്നത്. നന്ദി, നമസ്കാരം.